കൊല്ലത്തെ ആവേശഭരിതമാക്കിക്കൊണ്ട് മഹാനടന്റെ പാദസ്പർശം ആശ്രമം തൊട്ടിരിക്കുകയാണ് മമ്മൂട്ടി. ഒരു ക്ലൈമാക്സ് എന്ത് വേണം അല്ലേ? ഫുൾ ട്വിസ്റ്റ് ആയിരുന്നു കൊല്ലത്ത് കണ്ടത്. നേരത്തെ ഓരോ മണിക്കൂറിൽ മാറി മറിയുന്ന പോയിന്റില്ല. ഒടുവിൽ കണ്ണൂർ കപ്പെടുക്കുന്നു. അതിനുശേഷം ഇതാ മമ്മൂട്ടി കൂടി ഇവിടെ എത്തിയുടെ ഉത്സവാന്തരീക്ഷം. കൊല്ലമൊക്കെ എടുത്തല്ലേ രാഹുലേ? മമ്മൂട്ടി എങ്ങനെയായിരിക്കും കൊല്ലം സ്വീകരിക്കുന്നത്? മമ്മൂട്ടി എത്ര പേരുണ്ട് ഈ ആശ്രമം മൈതാനത്ത്? നമ്മൾ പറഞ്ഞാൽ ഒതുങ്ങോ? എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്ന പേടിച്ചാണ് ഞാൻ എണ്ണം പറയാത്തത്. അതുകൊണ്ട് മമ്മൂട്ടിക്ക് കൊല്ലവും കലയും തമ്മിലുള്ള ബന്ധം വളരെ നന്നായി അറിയാവുന്ന വ്യക്തിയാണ്. അതിന് മേമ്പൊടി ചേർക്കാൻ മുകേഷ് MLA ആ വേദിയിൽ കാണും. അതുകൊണ്ട് കൊല്ലം ഒരു കാര്യം കൊണ്ട് പേടിക്കേണ്ട. മലയാളികളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇതാ വേദിയിലേക്ക് കടക്കുകയാണ്. ആശ്രാമം മൈതാനത്തിന്റെ നടുമുറ്റത്തുള്ള വേദി ഒന്നിലേക്ക് കേരളത്തിന്റെ മലയാളത്തിന്റെ അഭിമാനം മഹാനടൻ മമ്മൂട്ടി ഇതാ വേദി ഒന്നിലേക്ക് കടക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ എന്നിങ്ങനെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വേദി ഒന്നിൽ, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ വേദി ഒന്നിൽ മമ്മൂട്ടിക്കൊപ്പം. ഇതാ നമ്മുടെ സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി മലയാളികളുടെ അഭിമാനം മമ്മൂട്ടി വേദി ഒന്നിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ആഘോഷം? ഈ ഒരു ആശ്രാമം മൈതാനത്ത് ഇളക്കി മറിച്ചുള്ള എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂട്ടി കൂടെ എത്തിയതോടെ കൊല്ലം അങ്ങ് ഈ ആശ്രാമം മൈതാനം ഇളക്കി മറിഞ്ഞു. ആദിത്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഈ 5 ദിവസവും കൊല്ലത്തിന് കിട്ടിയത് എന്നുള്ളതാണ്. ഇവിടെ ആരുമില്ല. അതെ മമ്മൂട്ടി എത്തിയിൽ നമ്മളൊറ്റക്കായി. ഇത്രയും നേരം നമുക്ക് ചുറ്റും ആളുകളായിരുന്നു. ഞങ്ങളെ ഒറ്റക്കാക്കി മമ്മൂട്ടിയെ കാണാൻ വേണ്ടി എല്ലാവരും പോയി. അതെ രാവിലെ തൊട്ടേ മമ്മൂട്ടി വരുമെന്ന് പറഞ്ഞാണ് ആദ്യം കുളി ക്ലാസ് വെച്ച് കിടക്കുന്നത്. എന്തായാലും മമ്മൂട്ടി എത്തി. അത് രാഹുൽ പറഞ്ഞ വലിയൊരു കാര്യമല്ല. കാരണം കാലിയായി ഇവിടെ. ഒരു ഉദാഹരണം ഇല്ല. കാരണം ഇവിടെ നിറഞ്ഞു നിന്ന നമുക്ക് പിന്നിൽ നിറഞ്ഞു നിന്ന കാണികൾ കാലിയായി മാറി.